Good morning. Okay, നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിനകത്ത് നമ്മള് ഏതാണ് ഫംഗ്ഷൻ HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഓരോ ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത് ഹോസ്പിറ്റലില്. അതിന് ഫസ്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് രജിസ്ട്രേഷൻ. നമുക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ് അല്ലേ. This function of hospital management information system, hospital management information system ത്തിന്റെ patient registration എന്ന function എന്താ ഡീൽ ചെയ്യുന്നത്? Registering the new patient either for OPD or IPD. OPD യിലേക്കോ IPD യിലേക്കോ ആ പുതിയ പേഷ്യൻസിനെ അവര് രജിസ്റ്റർ ചെയ്യുന്നു. അപ്പൊ ഓരോന്ന് ചോദിക്കാട്ടോ. ഏത് ഫംഗ്ഷൻ ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഏത് ഫംഗ്ഷൻ ആണ് പുതിയ പേഷ്യൻസിനെ OPD-യിലേക്കോ IPD-യിലേക്കോ രജിസ്റ്റർ ചെയ്യുന്നത്? ഏത് ഫംഗ്ഷനാണ്? പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ ആണ് കേട്ടോ. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുന്നു OPD-യിലേക്കോ IPD-യിലേക്കോ. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഒരു അവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എന്താ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു നമ്പർ നമുക്ക് അല്ലെ പേഷ്യന്റ് ID നമ്മൾ കൊടുക്കും. അത് എപ്പോ ഹോസ്പിറ്റലിൽ പോയാലും നമുക്ക് ആ നമ്പർ തന്നെയായിരിക്കും, യൂണിക് നമ്പർ ആണ് അത്. പിന്നെ പേഷ്യൻസ് OPD-യിലേക്കോ IPD-യിലേക്കോ ഫ്രണ്ട് ഓഫീസ് IPD-യുടെ ഫ്രണ്ട് ഓഫീസിലോ OPD റിസപ്ഷനിലോ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അവിടെ നമുക്ക് OPD അല്ലെങ്കിൽ ഒരു IPD ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കും. അതെന്ന് പറഞ്ഞാൽ ഓരോ സെപ്പറേറ്റ് വിസിറ്റിനും നമ്മൾ കൊടുക്കുന്നതാണ്, വേറൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ പേഷ്യൻസിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ നമ്പർ നമ്മൾ കൊടുക്കുന്നത്. ട്രാക്കിംഗ് ദ മെഡിക്കൽ റെക്കോർഡ് ഓഫ് ദ പേഷ്യന്റ്, അതിനാണ് IPD അല്ലെങ്കിൽ OPD ID ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എല്ലാ മെഡിക്കൽ റെക്കോർഡും ഓഫ് ദ പേഷ്യന്റ് ആർ ഐഡന്റിഫൈഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദ നമ്പേഴ്സ്. ഏതിന്റെയൊക്കെ? പേഷ്യന്റ് ID-യുടെ ഓർ OPD ഓർ IPD ID-യുടെ ഒരു കോമ്പിനേഷൻ ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് രജിസ്ട്രേഷനിൽ വരുന്നത്. ഇനി രണ്ടാമത് നോക്കിയേ, ദിസ് മൊഡ്യൂൾ ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഡീൽസ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സജസ്റ്റഡ് ബൈ ദ ഡോക്ടർ. കണ്ടോ, OPD അല്ലെങ്കിൽ IPD ഇൻവെസ്റ്റിഗേഷൻ കേസ് എന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഈ ഒരു പ്രവർത്തനം, ഈ ഒരു മൊഡ്യൂള് എന്താ ചെയ്യുന്നേ? ഡീൽസ് വിത്ത് ഓൾ കൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സജസ്റ്റഡ് ബൈ ദ ഡോക്ടർ. ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസും ഡീൽ ചെയ്യുന്നത് ഏത് ഫംഗ്ഷനാ? OPD അല്ലെങ്കിൽ IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് എന്ന മൊഡ്യൂളാണ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ പല മൊഡ്യൂളുകളുണ്ട്. അതിൽ OPD IPD ഇൻവെസ്റ്റിഗേഷൻ കേസസ് എന്ന മൊഡ്യൂൾ എന്താ കൈകാര്യം ചെയ്യുന്നത്? ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷനും. അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഏത് മൊഡ്യൂളാന്ന് ചോദിക്കാം കേട്ടോ, ഓരോന്നും ചോദിക്കാം അവിടെ. This function enables the entry of investigation or procedure for a particular patient. ആ ഒരു പർട്ടിക്കുലർ ആ പേഷ്യന്റിന് ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ പ്രൊസീജിയറിലേക്കുള്ള എൻട്രി, ഒരു പ്രവേശനം ഈ ഫംഗ്ഷൻ സാധ്യമാക്കുന്നു. This function enables entry of investigation or procedure for a particular patient. ആ പേഷ്യന്റിന് ആ ഒരു പ്രൊസീജിയറിലേക്കുള്ള എൻട്രി അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റിഗേഷനിലേക്കുള്ള ഒരു എൻട്രി സാധ്യമാക്കുന്നു. The entered investigation are routed through billing. അപ്പൊ ആദ്യം എന്താണ്? ഓരോ ഇൻവെസ്റ്റിഗേഷന്റെ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഏതെവിടെയാ? എവിടെന്നാ നമ്മൾ തുടങ്ങുന്നത്? ബില്ലിംഗ് ആണ്, ഓർ ക്യാഷ് ഓഫീസിൽ നിന്നാണ് തുടങ്ങുന്നത്. And once the patient pay for the investigation, the entries of the same goes to respective diagnostic center. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ ടെസ്റ്റിന് നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ ബില്ല് അടയ്ക്കണം അല്ലെ. ആദ്യം ബില്ല് അടച്ചതിന് ശേഷം അല്ലേ അവിടെ ടെസ്റ്റിന്റെ ഇതിലേക്ക് പോകുള്ളൂ. അല്ലാതെ ടെസ്റ്റ് കഴിഞ്ഞിട്ടല്ല വന്ന് ബില്ല് അടയ്ക്കുന്നത്. ഏതൊക്കെ ടെസ്റ്റാ ചെയ്യുന്നതെന്ന് ഇപ്പൊ ഡോക്ടർ സജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ പറഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് ഹീമോഗ്ലോബിൻ നോക്കണം. നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മള് ലാബിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെന്ന് നമ്മൾ ആ ഡോക്ടർ എഴുതി തന്നേക്കുന്നത് അവിടെ രജിസ്ട്രേഷൻ അവിടെ കാണിക്കുമ്പോൾ അവര് ഇത് നോക്കിയിട്ട് എത്ര രൂപയാണെന്ന് ബില്ല് പറയും. ആ ബില്ല് നമ്മൾ അടച്ചതിന് ശേഷമാണ് നമ്മൾ ആ പ്രൊസീജിയറിന് വേണ്ടി നമ്മൾ പോകുന്നത്. ശരിയല്ലേ? അപ്പൊ ആദ്യം പേയ്മെന്റ് ചെയ്യണ്ടേ?
പേയ്മെന്റ് ചെയ്തിട്ട് ടെസ്റ്റ് എടുക്കൂ. അത് തന്നെ പേയ്മെന്റ് ആദ്യം ബില്ല് പേയ്മെന്റ് ചെയ്തിട്ടാണ് ടെസ്റ്റ് കാര്യങ്ങൾ മറ്റുള്ള പ്രൊസീജിയറിലേക്ക് പോകുള്ളൂ. അപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോ ആ ബില്ലിന്റെ അത് അവര് നോക്കൂല്ലേ, നമ്മൾ പേയ്മെന്റ് ചെയ്തോ എന്നുള്ളത് നോക്കിയിട്ടാണ് അവരത് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകുന്നത്. അതാണ് ഒരു ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. Once the patient pay for the investigation, the entries of the same goes to respective diagnostic center. This flow is not compulsory for IPD patient. IPD patient ന്റെ ഈ ഫ്ലോ അത് കമ്പൽസറി അല്ല. ബില്ല് അടച്ചിട്ടേ ടെസ്റ്റ് ചെയ്യൂ എന്നുള്ള ആ ഒരു പ്രൊസീജിയർ IPD പേഷ്യന്റിന് നിർബന്ധമില്ല. എന്താ കാര്യം? ഇപ്പൊ നമ്മൾ അവിടെ അഡ്മിറ്റ് ആണ്, അവർ അഡ്മിറ്റ് ആണ് അല്ലേ, അവർക്ക് ആ ലാസ്റ്റ് ഒരു ബില്ലൊക്കെ വരും അല്ലേ, ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു ബില്ല് വരുമല്ലേ, അപ്പൊ അതിൽ അവർ ഇൻക്ലൂഡ് ചെയ്തോളൂ. അല്ലാതെ ഇപ്പൊ ഓരോന്നിനും നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ പറയണമെങ്കിൽ അപ്പൊ ലാസ്റ്റ് ടോട്ടൽ ബില്ല് വരും. അല്ലാതെ ഓരോന്നിനും അപ്പൊ ബില്ല് അടയ്ക്കണം എന്നുള്ള ഇതൊന്നുമില്ല. അവർ ഓൾറെഡി എല്ലാം ചെയ്തോളൂ അല്ലേ. നമ്മളിപ്പോ ഒരു അഡ്മിറ്റ് ആണെങ്കിൽ എല്ലാ പ്രൊസീജിയറും അവരവിടെ ചെയ്തോളൂ. ഇപ്പൊ ടെസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അവരത് ചെയ്തോളൂ. അവിടെ ലാസ്റ്റ് നമുക്കൊരു ബില്ല് അങ്ങ് തരും. അപ്പൊ അതിനകത്ത് ലാബിൽ ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും സെപ്പറേറ്റ് ബില്ല് ചെയ്തിട്ടാണ് ഗ്രാൻഡ് ടോട്ടല് നമുക്ക് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു IPD പേഷ്യന്റിന് ഈ ഫ്ലോ അവിടെ കമ്പൽസറി അല്ല. അവളുടെ അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. This flow is not compulsory for IPD patient since the billing for the IPD patient is done at the time of discharge. Discharge സമയത്ത് അവര് ബില്ല് കാര്യങ്ങൾ സെറ്റ് ചെയ്തോളൂ. Then investigation requisition is created and printed with the function, and the same is available at the respective diagnostic center for preparation of the reports. ഇൻവെസ്റ്റിഗേഷന്റെ റിക്വസ്റ്റ് സൃഷ്ടിക്കുകയും അത് പ്രിന്റ് ചെയ്യുകയും അതിന്റെ റിപ്പോർട്ട് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അതാത് ഡയഗ്നോസ്റ്റിക് സെന്ററിൽ ഇത് അവൈലബിൾ ആക്കാൻ ലഭ്യമാക്കുകയും ചെയ്യുന്നത്. Investigation requisition is created and printed with the function, and ആ സമയത്ത് respective diagnostic centerൽ അത് അവൈലബിൾ ആക്കുകയും ചെയ്യും. ഇതിനു വേണ്ടി for preparation of reports, report prepare ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി അപ്പൊ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ കേട്ടോ. അതിനകത്ത് ഓരോന്നും ചോദിക്കാറുണ്ട് അവിടെ. ഒരു ഫ്ലോ നമ്മൾ പറഞ്ഞു, ആദ്യം ബില്ല് അടയ്ക്കുന്നു, എന്നിട്ട് പ്രൊസീജിയറിലേക്ക് പോകുന്നു. പക്ഷെ അവിടെ IPD പേഷ്യന്റിന്റെ കാര്യത്തിൽ ഈ ഫ്ലോ കമ്പൽസറി അല്ല, നിർബന്ധമല്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഡിസ്ചാർജ് സമയത്ത് ആ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തു. ഇനി അടുത്തതാണ് IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അടുത്തൊരു മൊഡ്യൂളാണ് എന്ത് IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ. അത് HIS ന്റെ ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ, ഒരു ഫംഗ്ഷൻ ആണ് അത്. This function, patient IPD admission, gives facility to process patient admission and allocate one bed to patient. പേഷ്യന്റിന്റെ അഡ്മിഷനും പേഷ്യന്റിന്റെ ബെഡ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ ഫംഗ്ഷൻ കൈകാര്യം ചെയ്യുന്നത്. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടെ. പേഷ്യന്റ് അഡ്മിഷനും ആൻഡ് അലോക്കേറ്റ് ബെഡ് ടു പേഷ്യന്റ്. അപ്പൊ അത് ഏത് ഫംഗ്ഷനാന്ന് ചോദിക്കാം അവിടെ. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഏത് ഫംഗ്ഷനാണ് പേഷ്യന്റിന്റെ അഡ്മിഷൻ ബെഡ് അലോക്കേറ്റ് ചെയ്യുന്നതും ഒക്കെ നടത്തുന്നത്, ആ ഒരു സൗകര്യം തരുന്നത് ഏത് ഫംഗ്ഷനാണ്? ഏതാ? അപ്പൊ ഇതിൽ നിന്ന് തന്നെ അറിയാം IPD അഡ്മിഷൻ ആൻഡ് വാർഡ് അലോക്കേഷൻ, വാർഡ് അനുവദിക്കുന്നതൊക്കെ. This system identify the patient as a new IPD patient. ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നു? പേഷ്യന്റിനെ പുതിയൊരു IPD പേഷ്യന്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നു. Or അല്ലെങ്കിലോ internally referred from hospital OPD or CMO. CMO-യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റൽ OPD-യിൽ നിന്ന് ഔട്ട് പേഷ്യന്റിൽ നിന്ന് റെഫേർഡ് ചെയ്തിട്ടുള്ള ഒരു പേഷ്യന്റ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഒന്നിലെ പുതിയ പേഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? അവരെ ഐഡന്റിഫൈ ചെയ്യുന്നു, പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അല്ലെങ്കിലോ റെഫേർഡ് ഫ്രം ഹോസ്പിറ്റലിലെ OPD-യിൽ നിന്നോ അല്ലെങ്കിൽ CMO റെഫർ ചെയ്തിട്ടുള്ള CMO-യിൽ നിന്ന് റെഫർ ചെയ്യുന്ന പേഷ്യന്റ് ആയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, CMO ആരാണ്?
ചീഫ് മെഡിക്കൽ ഓഫീസർ. പഠിച്ചിട്ടില്ലേ നിങ്ങള്? CMO. CMOയിൽ നിന്നോ OPDയിൽ നിന്നോ റെഫർ ചെയ്തിട്ടുള്ള പേഷ്യന്റ് ആയിട്ടാണ്. ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നല്ലേ പഠിച്ചേക്കുന്നത്? രണ്ടും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ, നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചേക്കാം കേട്ടോ. ചീഫ് മെഡിക്കൽ ഓഫീസർ. This function gives the information on vacant bed in the hospital. അണ്ടർലൈൻ ചെയ്തിട്ടേ, ഈ ഫംഗ്ഷൻ എന്താ നമുക്ക് സഹായിക്കുന്നത്? ഹോസ്പിറ്റലിലെ വേക്കന്റ് ബെഡിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. ഇപ്പൊ നമ്മളൊരു പേഷ്യന്റിനെ നമ്മൾ അഡ്മിറ്റ് ആക്കുകയാണെങ്കിൽ അവിടെ എത്ര ബെഡ് വേക്കന്റ് ആണ് അല്ലെ, എത്ര ബെഡ് വേക്കന്റ് ആണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തിൽ നോക്കിയാൽ മതി. ഇപ്പൊ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കുമ്പോ ഏത് റൂമില് ഏത് ബെഡാണ്, അവിടെ എവിടെയാണ് വേക്കന്റ് ആയിട്ടുള്ളത്, അപ്പൊ അങ്ങോട്ടേക്ക് അവരെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്ന് നോട്ട് ചെയ്തോ. ദിസ് ഫംഗ്ഷൻ ഗീവ്സ് ദ ഇൻഫർമേഷൻ ഓൺ എ വേക്കന്റ് ബെഡ് ഇൻ എ ഹോസ്പിറ്റൽ. Occupancy status of that particular position can be found while allocating the bed. പിന്നെ അതുപോലെ occupancy status, എത്ര പേർക്ക് ഓക്യുപ്പൈ ചെയ്യാം, എത്ര പേര് അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്ക് പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഫൈൻഡ് ഔട്ട് while allocating the bed. അതനുസരിച്ച് നമുക്ക് ബെഡ് അവർക്ക് അലോക്കേറ്റ് ചെയ്യാം, അനുവദിക്കാം. The main function patient admission facilitate admitting to the patient according to the requirement. ഒന്ന് അണ്ടർലൈൻ ചെയ്തോളാം കേട്ടോ. അത് പേഷ്യന്റ് അഡ്മിഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാ സൗകര്യം ഒരുക്കുന്നു. അഡ്മിറ്റിംഗ് ദ പേഷ്യന്റ് അക്കോർഡിംഗ് ടു റിക്വയർമെന്റ്. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു. നമ്മളാണെങ്കിൽ നമ്മൾ പറയും നമുക്ക് വാർഡ് മതിയോ റൂം മതിയോ, നമ്മുടെ ഒരു റിക്വയർമെന്റ് അനുസരിച്ച് അല്ലെ, നമുക്ക് ഏതാണ് കുറച്ചും കൂടി ആപ്റ്റ്, അപ്പൊ അതിനനുസരിച്ചുള്ള ഇത് നമുക്ക് അതിനകത്ത് നോക്കി അറിയാം. ഇപ്പൊ ഓൾറെഡി റൂമുകൾ വേക്കന്റ് ആണോ, നമുക്ക് അത് എത്ര റൂമുകളുണ്ട്, അതൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. The main function patient admission facilitate admitting the patient according to requirement. Requirement അനുസരിച്ച് പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നു. കൺസിഡറിങ് എങ്ങനെ the type of admission, ആ ഏത് തരത്തിലുള്ള അഡ്മിഷൻ ആണ് കൺസിഡർ ചെയ്തുകൊണ്ട് ആണ് പേഷ്യന്റ് കണ്ടീഷൻ കേട്ടോ. പേഷ്യന്റിന്റെ കണ്ടീഷന് ഏത് ടൈപ്പ് അഡ്മിഷൻ ആണ് കൺസിഡർ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ പേഷ്യന്റിന്റെ റിക്വയർമെന്റ് അതനുസരിച്ചിട്ടുള്ള പേഷ്യന്റ് അഡ്മിഷൻ അതിനുള്ള സൗകര്യം ഒരുക്കുന്നു. അണ്ടർലൈൻ ചെയ്തത്. The admission of the patient can be direct. Admission എങ്ങനെയാ ഡയറക്റ്റ് ആവാം? Referred from consultant or hospital. Consultant അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് റെഫർ ചെയ്തിട്ടുള്ളതാകാം ഈ അഡ്മിഷൻ എന്ന് പറയുന്നത്. നേരിട്ടുള്ള അഡ്മിഷൻ ആവാം അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ കൺസൾട്ടന്റ് റെഫർ ചെയ്തിട്ടുള്ളതാകാം. The category of the patient can be company, self, government scheme, insurance and MNC depend on when the admission procedure is completed. പിന്നെ നമ്മൾ ഈ പേഷ്യന്റിന്റെ കാറ്റഗറി നോക്കുന്നത്. The category of the patient can be company patient ആണോ, സെൽഫ് ആയിട്ടുള്ളതാണോ, ഗവൺമെന്റ് സ്കീമുകൾ ഉള്ള, ഇൻഷുറൻസ് കാര്യങ്ങളുള്ള, ആൻഡ് MNC എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ലീഗൽ കേസ്. നമ്മൾ മോർച്ചറിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. മെഡിക്കൽ ലീഗൽ കേസ് ആണ് ഏതെന്ന് പറയുന്നത് ഈ MNC എന്ന് പറയുന്നത്. മെഡിക്കൽ ലീഗൽ കേസ് MNC. അപ്പൊ ഇതിനെയൊക്കെ ഡിപ്പെൻഡിങ് ഓൺ ദ അഡ്മിഷൻ പ്രൊസീജിയർ. അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ആകുന്നത്.
അപ്പൊ അതിന് ഓരോന്നിനും അതിൻ്റെതായ ഇത് ഉണ്ടാക്കുക. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ടാണ് ആ പേഷ്യൻസിനെ നമ്മൾ പല കാറ്റഗറിയിൽ തിരിക്കേണ്ടത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ വല്ല കമ്പനി അങ്ങനെയുള്ള പേഷ്യൻസ് അവർക്ക് കമ്പനിയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും അഡ്മിഷൻ പ്രൊസീജിയർ ആക്കുന്നത്. അപ്പൊ അവർക്ക് ചിലപ്പോ അവർക്ക് ഇന്ന റൂമൊക്കെ പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോ. പിന്നെ അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനി ഇത് പറയുമ്പോഴൊക്കെ ആണെങ്കിലും ഇൻഷുറൻസ് കിട്ടണമെങ്കിൽ അവർക്ക് ചിലപ്പോ ഇത്ര റേറ്റിൽ വരുന്ന ഇത് വേണമായിരിക്കും. റൂമുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഹൈ എമൗണ്ട് ഒന്നും ചിലപ്പോൾ പറ്റില്ല, നോർമൽ ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോന്നിനും എന്താ അതിന് എംബസി മെഡിക്കൽ ലീഗൽ കേസുകളൊക്കെ ആണെങ്കിൽ അപ്പൊ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ കാറ്റഗറി നോക്കുമ്പോൾ once the patient is admitted in the hospital, the room charge starts from the time of the admission. Once the patient is admitted in the hospital, patient hospital admit ആകുന്നത് മുതൽ charge starting. Room charge start from the time of the admission. Once the patient is admitted in the hospital, the room charge starts from the time of admission. Admission സമയത്തിന് room charge start ചെയ്യും. The case paper of the patient is printed from the system. അപ്പൊ അവർ അഡ്മിറ്റ് ചെയ്യുമ്പോൾ എന്താ ആ കേസ് പേപ്പർ സിസ്റ്റത്തിൽ വേഗം തന്നെ പ്രിന്റ് ചെയ്യും. അത് സെൻഡ് ടു ദ റെസ്പെക്റ്റീവ് നഴ്സിംഗ് സ്റ്റേഷൻ. അതിന് ബന്ധപ്പെട്ട നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് അയക്കും. അല്ലെ, ഇപ്പൊ നമ്മളൊരു അഡ്മിറ്റ് ആണ്, ഇപ്പൊ നമ്മൾ ഇത്ര റൂം നമ്പർ 22ലേക്കാണ് നമ്മൾ അഡ്മിഷൻ പറഞ്ഞെങ്കിൽ അതിന്റെ ആ ഒരു സെക്ഷനിൽ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ടാവും. അല്ലെ, ഓരോ ഫ്ലോറിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ആ റൂമിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആ നഴ്സിംഗ് സ്റ്റേഷൻ ആയിരിക്കും നമുക്ക്. അല്ലാതെ ഇപ്പൊ മൊത്തത്തിൽ കോമൺ ആയിട്ട് ഒരെണ്ണം മാത്രമല്ല, ഇപ്പൊ കുറെ ഫ്ലോറുകളൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ഫ്ലോറിലും ഉണ്ടാവും നഴ്സിംഗ് സ്റ്റേഷൻ. അല്ലെങ്കിൽ ഓരോ സെക്ഷൻസ് ആയിട്ടൊക്കെ ഉണ്ടാവും. വലിയ വലിയ ഹോസ്പിറ്റലാണെങ്കിൽ 2 or 3 സെക്ഷൻ ഒക്കെ ആയിട്ട് ഉണ്ടാകും. അപ്പൊ അവർക്ക് എത്ര റൂമുകളാണോ, ഇപ്പൊ റൂം നമ്പർ 200 മുതൽ ഒരു 220 വരെ ഒരു നഴ്സിംഗ് സ്റ്റേഷന്റെ കീഴിലാണെങ്കിൽ അവരെ ഇവരുടെ റൂം നമ്പർ 202 202ലേക്ക് അഡ്മിറ്റ് ചെയ്തെങ്കിൽ അവരെ ഏത് നഴ്സിംഗ് സ്റ്റേഷനിൽ പരിധിയിലാണോ അവിടേക്ക് ആ കേസ് പേപ്പർ കൊടുക്കും. Once the admission of the patient is completed, the IPD identification number is created. Patient admission complete ചെയ്ത IPD identification number create ചെയ്യും. The system of that particular admission of the patient. അപ്പൊ അത് കൂടാതെ അവർക്ക് എന്തും കൂടി കൊടുക്കും, IPD admit card. Admission card കൊടുക്കും. IPD admit card is also printed along with the case paper. Case paper ഒപ്പം IPD admit card print ചെയ്യും. The system information with the audio visual alert. ഇനി നമ്മൾ ആ പേഷ്യന്റ് ആ റൂമിലേക്ക് ചെല്ലുമ്പോഴാണോ അവിടെ ഒരു അഡ്മിഷൻ നടന്നു എന്ന് അറിയണത്, അഡ്മിഷൻ ഉണ്ടെന്ന് നഴ്സിംഗ് സ്റ്റേഷൻ അറിയണത് നമ്മൾ ആ റൂമിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് അവരെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അല്ലെ, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? ആ പേഷ്യന്റ് ഓൾറെഡി ആ റൂമിലേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ അവരെന്താണ് ഈ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ നിന്ന് ഓഡിയോ വിഷ്വൽ അലേർട്ട് കൊടുക്കുന്ന ടു ദ റെസ്പെക്റ്റീവ് നഴ്സിംഗ് സ്റ്റേഷൻ. പിന്നെ ഒരു പുതിയ അഡ്മിഷൻ വന്നിട്ടുണ്ട്, അഡ്മിഷൻ ഉണ്ട് എന്നുള്ള കാര്യം ബന്ധപ്പെട്ട നഴ്സിംഗ് സ്റ്റേഷനിൽ അറിയിക്കും. അബൌട്ട് ദ അഡ്മിഷൻ ഓഫ് ദ പേഷ്യന്റ്, പേഷ്യന്റിന്റെ അഡ്മിഷനെ കുറിച്ച് ബന്ധപ്പെട്ട നഴ്സിംഗ് സ്റ്റേഷനിൽ അറിയിക്കും. IPD admit card അതൊന്ന് അണ്ടർലൈൻ ചെയ്തു. ഓൾസോ പ്രിന്റഡ് along with the case paper. ഒപ്പം തന്നെ IPD admit card പ്രിന്റ് ചെയ്യും. The system inform the audio visual alert ആർക്ക് കൊടുക്കും, റെസ്പെക്റ്റീവ് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് കൊടുക്കും. ഇതിനെ കുറിച്ച് about the admission of the patient under them. അവർക്കുടെ കീഴിൽ ആ നഴ്സിംഗ് സ്റ്റേഷന്റെ കീഴിൽ ഒരു അഡ്മിഷൻ വന്നിട്ടുണ്ട് എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു audio visual alert കൊടുക്കും. And then prepare a room for the patient. അവരെന്ത് ചെയ്യും, ആ പേഷ്യന്റിനായിട്ട് ആ റൂം തയ്യാറാക്കും. In the case of MLC, medical legal cases, the system store the details of the system. ഇത് കൂടി സ്റ്റോർ ചെയ്യുന്നറിയോ? മെഡിക്കൽ ലീഗൽ കേസുകളാണെങ്കിൽ ഇപ്പൊ വല്ല മർഡറോ അല്ലെങ്കിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ നടത്തിയവരോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേസ് തെളിവെടുപ്പ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളതാണെങ്കിൽ
പിന്നെ ഇതുപോലെ തന്നെ വല്ല ക്രിമിനൽസോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ആ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷന്റെ ഡീറ്റെയിൽസ്, പിന്നെ നെയിം ഓഫ് ദ ഒഫീഷ്യൽ ഇൻഫോം അബൌട്ട് ദ മെഡിക്കൽ ലീഗൽ കേസിനെ കുറിച്ച് ഇൻഫോം ചെയ്യാനുള്ള ആ ഒഫീഷ്യൽസിന്റെ പേര്, ഓഫീസറിന്റെ പേര്, പോലീസ് സ്റ്റേഷൻ, ഇതും കൂടി എന്ത് ചെയ്യും, സിസ്റ്റം സ്റ്റോർ ചെയ്യുന്നു. എക്സ്ട്രാ അതും കൂടി മെഡിക്കൽ ലീഗൽ കേസുകളാണെങ്കിൽ ആ നഴ്സിംഗ് സ്റ്റേഷന് ആ ഒഫീഷ്യലിന്റെ പേരും എന്ത് ചെയ്യും, സിസ്റ്റം ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത് നോക്കിയേ, അടുത്തൊരു ഫംഗ്ഷൻ ആണ് കേട്ടോ പേഷ്യന്റ് ഷിഫ്റ്റിംഗ്. പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം. അത് നിങ്ങൾ ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോ ചിലപ്പോ നമുക്ക് ചെറിയൊരു ഇതായിരിക്കും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വേറെ നമുക്ക് പറ്റുന്ന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള റൂമിലേക്ക് അവർ ഷിഫ്റ്റ് ചെയ്ത് തരാന്ന് പറയും. ചിലപ്പോ നമ്മൾ ചെല്ലുമ്പോൾ പറയും തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈ റൂം റൂം മാറും അല്ലെ, ഇപ്പൊ നമുക്ക് കംഫർട്ടബിൾ അല്ല, ഇച്ചിരി കൂടി നമ്മള് ഒരു റൂം വേണമെന്നാ നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്പൊ ചിലപ്പോ നമ്മൾ വാർഡായിരിക്കും, അവിടെ റൂം ഉണ്ടാവില്ല. അപ്പൊ അവര് പറയൂല്ലേ ഇന്ന് വൈകുന്നേരം ഒരു ഡിസ്ചാർജ് ഉണ്ട്, വൈകിട്ട് ഡിസ്ചാർജ് ഉണ്ട്, അപ്പത്തേക്ക് നിങ്ങൾക്ക് റൂം സെറ്റ് ചെയ്യാം, തൽക്കാലം നിങ്ങൾ ഇതിലേക്ക് അഡ്മിഷൻ പറഞ്ഞേക്കാണാൻ ചേഞ്ച് ചെയ്ത് തരാന്ന് പറയും അല്ലെ. പേഷ്യന്റിന്റെ ഷിഫ്റ്റിംഗ്. This function of the hospital management system facilitates shift the patient from one room to another inside the hospital. Underline ചെയ്തേ. ഏത് ഫംഗ്ഷൻ ആണ്, ഏത് ഫംഗ്ഷൻ ആ പേഷ്യന്റ് ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഈ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്, ഫെസിലിറ്റി എന്തിനുള്ള സൗകര്യം തരുന്നു, ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഫ്രം വൺ റൂം ടു അനദർ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നു. ഷിഫ്റ്റ് പേഷ്യൻസ് ഫ്രം വൺ റൂം ടു അനദർ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ. With this facility, a patient's actual position can be updated online. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ ഫെസിലിറ്റിയിലെ പേഷ്യന്റിന്റെ യഥാർത്ഥത്തിലുള്ള പൊസിഷൻ എന്ത് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു ഓൺലൈൻ ആയിട്ട്. ഇപ്പൊ അവനെ എവിടെയാണ് ആ പൊസിഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ദ ഇന്റേണൽ ഫംഗ്ഷൻ സച്ച് ആസ് ബില്ലിംഗ്. അപ്പൊ അതിനനുസരിച്ചാണ് അല്ലേ ബില്ലിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, സർജറി ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മളെ നമ്മുടെ ആ റൂം കാറ്റഗറി തിരിച്ചിട്ടൊക്കെ നമുക്ക് ഈ എന്താ ഇൻവെസ്റ്റിഗേഷൻ, സർജറി, ബില്ലിങ്ങിലൊക്കെ എന്താണ് അതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നത്. ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഒരു കാര്യം ഇപ്പൊ നമ്മൾ എടുക്കുന്ന റൂം കാറ്റഗറി നമ്മൾ ഇത്തിരി ഹൈലി ഇതായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഈ ഓരോന്നിലും ചാർജിന് വ്യത്യാസം ഉണ്ടാവും, ചാർജ് കൂടുതലായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്റെ അച്ഛനെ എനിക്ക് ശരിക്കും അനുഭവം ഉള്ള കാര്യം വെച്ചാൽ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടേ ഗ്ലോക്കോമി ആയിരുന്നു. അപ്പൊ അതിനൊരു സർജറി പ്ലാൻ ചെയ്തേ. അപ്പൊ അവര് നമുക്ക് അന്നേരം ഇത്തിരി ഹൈലി ഒരു ബെഡ് ഇതായിരുന്നു അവിടെ കിട്ടിയില്ലേ, ഒരു കാറ്റഗറി വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ VIP അങ്ങനെയൊക്കെ ഇച്ചിരി കൂടി ഒരു ഇതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെച്ച് അന്ന് നമ്മളോട് ആദ്യം പറഞ്ഞ സർജറിയുടെ ചാർജ് എല്ലാം പിന്നീട് പറഞ്ഞത്. അപ്പൊ എന്താണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ റൂം കാറ്റഗറി അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ട ചാർജ് ഡബിൾ ആയിരുന്നു അന്നേരം. ഇപ്പൊ സാധാ ഇതാണെങ്കിൽ ഓക്കെ, ആ നോർമൽ ചാർജേ ഉള്ളൂ. പക്ഷെ നമ്മൾ ആ അഡ്മിറ്റ് ചെയ്യുന്ന ആ റൂം കാറ്റഗറി അതിന് ബേസ് ചെയ്തിട്ട് എന്താ അതിന് വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചാണ് സോ ദാറ്റ് ഇന്റേണൽ ഫംഗ്ഷൻ സച്ച് ആസ് ബില്ലിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, സർജറി ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് പേഷ്യൻസ് ഷിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ. ഇവിടെ പറഞ്ഞേക്കുന്നത് യഥാർത്ഥത്തിൽ ആ പേഷ്യന്റ് ഏത് പൊസിഷനാണോ, മനസ്സിലായോ, ഏത് പൊസിഷനിലാണോ എവിടെയാണോ അവര് അഡ്മിറ്റഡ് അല്ലെങ്കിൽ അത് ആ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയാ, സോ ദാറ്റ് ഇന്റേണൽ ഫങ്ഷൻസ്. അപ്പൊ ഈ ബില്ലിംഗ്, ഇൻവെസ്റ്റിഗേഷൻ, സർജറി ഒക്കെ അതിന്റെ ബേസ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിലുള്ള പൊസിഷൻ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ദ പൊസിഷൻ ഓഫ് ദ പേഷ്യന്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കണ്ടോ, ആ പേഷ്യന്റിന്റെ പൊസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആ. സിൻസ് ഓൾ ദ ചാർജസ് ആർ ലൈക്ക് ദ സർജറി, പ്രൊസീജിയർ, ഇൻവെസ്റ്റിഗേഷൻ ആർ റിലേറ്റഡ് ടു റൂം കാറ്റഗറി. പറഞ്ഞത് ശരിയല്ലേ? കാറ്റഗറി ബേസ് ചെയ്തിട്ട് സർജറിയില്, പ്രൊസീജിയറില്, ഇൻവെസ്റ്റിഗേഷനിലൊക്കെ എന്താണ് അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ചാർജ് വന്നത്.
ചാർജിൽ വ്യത്യാസമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഫെസിലിറ്റീസ് അനുസരിച്ച് റേറ്റ് ഡിഫറൻസ് വരും. എസ് ഉണ്ട് അല്ലെ? ഉണ്ട്. അപ്പൊ നമ്മൾ എവിടേക്ക് എടുക്കുന്നേ? നമ്മുടെ ബെഡ് നമുക്ക് എവിടെയാണ് നമ്മുടെ റൂം, അതിനെ ബേസ് ചെയ്തിട്ട് അത് വളരെ ആ പൊസിഷൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ട് സർജറി പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ അതിന്റെ ചാർജ് അത് വ്യത്യാസം വരും. റൂം കാറ്റഗറി ബേസ് ചെയ്തിട്ട് വ്യത്യാസം വരും. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടെ. അതില് ഫസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം, ലാസ്റ്റ് സെന്റൻസും അണ്ടർലൈൻ ചെയ്യണം. Okay, the position of the patient is very important. എന്തുകൊണ്ടാ? അതായത് റൂം കാറ്റഗറി ബേസ് ചെയ്തിട്ട് ഇപ്പൊ സർജറിയുടെ പ്രൊസീജിയറിന്റെ ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് ചാർജിൽ വ്യത്യാസം വരും. ഇനി നെക്സ്റ്റ് നോക്കി, ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് കൺസെഷൻ. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഡെപ്പോസിറ്റുകള്, നമ്മൾ അഡ്വാൻസുകള്, റീഫണ്ടുകള്, ചില എക്സ്ട്രാ നമ്മൾ അഡ്വാൻസ് കൂടുതൽ അടച്ചു കഴിഞ്ഞാൽ ബില്ല് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങോട്ട് റീഫണ്ട് ചെയ്തിട്ട് വരും. ഡിസ്കൗണ്ട് ആൻഡ് കൺസെഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ എന്താ പറയാ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഒരു മൊഡ്യൂളാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഫംഗ്ഷൻ. This function of the hospital management system facilitates all kind of financial transaction from the patient. Underline ചെയ്തോട്ടോ. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഹാൻഡിൽ ചെയ്യുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഏത് ഫംഗ്ഷനാ? ഡെപ്പോസിറ്റ്, അഡ്വാൻസ്, റീഫണ്ട്, ഡിസ്കൗണ്ട് ആൻഡ് കൺസെഷൻ. ഈ ഒരു ഫംഗ്ഷൻ ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫ്രം ദ പേഷ്യന്റ്, എല്ലാ സാമ്പത്തിക ഇടപാടുകളും. അണ്ടർലൈൻ ചെയ്തോ ഫസ്റ്റ് സെന്റൻസ്. ഫംഗ്ഷൻ പ്ലേ എ വൈറ്റൽ റോൾ, ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്നുണ്ട് ഇൻ പേയ്മെന്റ് റിക്കവറി ഫ്രം പേഷ്യന്റ് ഫ്രം ടൈം ടു ടൈം ഡ്യൂറിംഗ് ദ സ്റ്റേ. ഉണ്ടോ? ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു? വളരെ ഇമ്പോർട്ടന്റ് ആണ്. പേയ്മെന്റ് റിക്കവറി ചെയ്യാനായിട്ട് ഫ്രം പേഷ്യന്റ് ഫ്രം ടൈം ടു ടൈം ഡ്യൂറിംഗ് ദ സ്റ്റേ. നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്ന സമയത്ത് ആ സമയങ്ങളിൽ നമുക്ക് പേയ്മെന്റ് റിക്കവറി ചെയ്യാൻ ഈ ഫംഗ്ഷൻ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പേയ്മെന്റ് കാര്യങ്ങൾ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ബില്ലുകൾ ഇടയ്ക്കിടയ്ക്ക് ബില്ലുകൾ കാര്യങ്ങളൊക്കെ വരുന്നില്ലേ? അത് ഈ ഫംഗ്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. The advance from the patient depends on the type of admission and the patient category is promoted by the system. പിന്നെ അതുപോലെ തന്നെ പേഷ്യന്റിന് അഡ്വാൻസ് നമ്മൾ എടുക്കും. അഡ്വാൻസ് ഫ്രം ദ പേഷ്യന്റ് ഡിപ്പെൻഡ് ഓൺ, ഇതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഏത് ടൈപ്പ് അഡ്മിഷൻ ആണ്, പേഷ്യന്റ് കാറ്റഗറി ഏതാണ്, അതിനനുസരിച്ച് പേഷ്യന്റ് അഡ്വാൻസ് അതിനനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രൊമോട്ടഡ് ബൈ ദ സിസ്റ്റം. സിസ്റ്റത്തില് അത് എന്ത് ചെയ്യുന്നത്? കൃത്യമായിട്ട് പ്രൊമോട്ടഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സിസ്റ്റത്തില് അവരത് സ്റ്റോർ ചെയ്യും. The interim bill versus advance ratio is also maintained to carry out recovery planning. Underline ചെയ്തേ. ഈ interim bill എന്ന് പറഞ്ഞാൽ ബില്ല് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബില്ല് തരില്ല. അത് അഡ്വാൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ആയിട്ട് അടയ്ക്കുന്നത്. അഡ്വാൻസ് റേഷ്യോ ബില്ലുകളും തമ്മിൽ അതിന്റെ റേഷ്യോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മളിപ്പോ ഓൾറെഡി അഡ്വാൻസ് ഇല്ലേ? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു 20,000 രൂപ അഡ്വാൻസ് അടച്ചു. ഫസ്റ്റ് ദിവസം നമുക്ക് ഒരു 10,000 രൂപ അല്ല ഒരു 5,000 രൂപയായിട്ട് വിചാരിക്കാം. അപ്പൊ നമ്മുടെ ഇനി വരുമ്പോ എങ്ങനെയാ? അഡ്വാൻസ് 20,000-ൽ നിന്ന് 5,000 രൂപ കഴിച്ചിട്ട് ബാക്കി നമുക്ക് എത്രയുള്ളൂ? അവിടെ 15,000 രൂപയല്ലേ ഉള്ളൂ അല്ലേ? അപ്പൊ അതങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓരോ ബില്ലുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴേ അഡ്വാൻസ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതായത് നമ്മുടെ ഇന്ററിം ബിൽ അഡ്വാൻസ് റേഷ്യോ നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അഡ്വാൻസ് ആൻഡ് the deposit accepted by the billing or cash counter are directly proportional to directly posted to accounts. നമ്മുടെ അക്കൗണ്ട്സിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നു. അഡ്വാൻസുകളും ഡെപ്പോസിറ്റും ബില്ലിംഗ് ഓർ ക്യാഷ് കൗണ്ടർ ആർ ഡയറക്ട്ലി പോസ്റ്റഡ് ടു അക്കൗണ്ട്സ്. അതാണ് കറക്റ്റ് ആയിട്ട് ആ സിസ്റ്റത്തിൽ തന്നെ അതിൽ നിന്ന് എന്താണ് കുറച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും. റീഫണ്ട് കേസസ് ആർ കൺസിഡർഡ് ഫോർ എക്സെപ്റ്റ് അഡ്വാൻസ് ഫ്രം ദ പേഷ്യന്റ്. മനസ്സിലായി ചെയ്തേ. ഇനി റീഫണ്ട് കേസുകളൊക്കെ മാത്രം കൂടുതലായിട്ട് അഡ്വാൻസ് നമ്മൾ അടച്ചിട്ടുണ്ട്. 20,000 രൂപ നമ്മൾ അഡ്വാൻസ് അടച്ചു, പക്ഷെ നമുക്ക് എല്ലാവരും കൂടി 15,000 രൂപ ആയുള്ളൂ
അല്ലെങ്കിൽ 17,000 രൂപ ആയുള്ളൂ. അപ്പൊ നമ്മൾ പോരാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യും, ബാക്കി 3,000 രൂപ റീഫണ്ട് ചെയ്ത് തരും. അപ്പൊ 17,000 രൂപ ആയെങ്കിൽ 5,000 രൂപ നമുക്ക് വീണ്ടും അവര് റീഫണ്ട് ചെയ്ത് തരും അല്ലെ. അത്രയും ആയില്ല നമുക്ക് അവിടെ എക്സസ് അഡ്വാൻസ് ഉണ്ട്, കൂടുതൽ അഡ്വാൻസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് റീഫണ്ട് ചെയ്ത് തരും. The account from the patient. അപ്പൊ അതൊന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. റീഫണ്ട് കേസസ് ഓൾറെഡി കൺസിഡർ ചെയ്യുമ്പോൾ മാത്രം എക്സസ് അഡ്വാൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് കൺസിഡർ ചെയ്യുള്ളൂ. The accounts official authorize this transaction and the refund is processed. അതിന്റെ അക്കൗണ്ട് കാര്യങ്ങളുടെ ഉദ്യോഗസ്ഥർ അക്കൗണ്ട്സ് ഒഫീഷ്യൽസ് അതിന് അംഗീകാരം നൽകുന്നു. തുടർന്ന് ആ പ്രോസസ്സുകൾ അത് റീഫണ്ട് പ്രോസസ് ഒക്കെ ചെയ്യുന്നു. അവരത് എന്താ അംഗീകാരം നൽകിയതിനു ശേഷമാണ് അക്കൗണ്ട് ഒഫീഷ്യൽസ് അതിന് അനുമതി നൽകിയതിനു ശേഷം ട്രാൻസാക്ഷന് അനുമതി നൽകിയതിനു ശേഷം റീഫണ്ട് കാര്യങ്ങൾ പ്രോസസ് ചെയ്യുന്നു. In the case of company category patient, company category patients ആണെങ്കിൽ the ratio analysis between interim bill and the authority letter amount by the company is compared for further action. ഇപ്പൊ നമ്മളൊരു കമ്പനി കാറ്റഗറി പേഷ്യന്റ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കമ്പനിയുടെ ESI നമ്മൾ പഠിച്ചില്ലേ, ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ് പഠിച്ചില്ലേ, ESI കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്പനിയിൽ നിന്നാണ് ആ എമൗണ്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി അഡ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലൊക്കെ ഹോസ്പിറ്റൽ ചാർജ് ESI വഴി പോകും. അപ്പൊ അങ്ങനെയൊക്കെ കമ്പനി കാറ്റഗറി പേഷ്യന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ആ ഇടക്കാല ബില്ലും അതോറിറ്റിയുടെ ലെറ്റർ ഉണ്ടാവും, ഇത്ര എമൗണ്ട് കമ്പനിന്ന് നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു ലെറ്ററില്ലേ, അതോറിറ്റി ലെറ്റർ എമൗണ്ട് ബൈ ദ കമ്പനി, കമ്പനിയിൽ നിന്നുള്ള അതോറിറ്റി ലെറ്റർ ഈസ് കമ്പയർഡ്. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് ഫർദർ ആക്ഷൻസ് എടുക്കുന്നത്, ഫർദർ നടപടി കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പൊ കമ്പനിയിൽ നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ട്രീറ്റ്മെന്റിന് കാര്യങ്ങൾക്ക് കമ്പനി അക്കൗണ്ട് ചെയ്യുന്നത്, എന്താ നമുക്ക് തരുന്നത്, നമുക്ക് എത്രയാണ് തരുന്നത്, അതും ഇന്റർവ്യൂവിലും അത് അനലൈസ് ചെയ്യുന്നു. അത് തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് ഫർദർ ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. If a patient is given to discount, then the authorized person authorize the amount and the discount processed. ഒരു പേഷ്യന്റിന് നമ്മൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമ്മൾ കൊടുക്കണമെങ്കിൽ അതിന് സന്നദ്ധമായിട്ടുള്ള വ്യക്തി ആ എമൗണ്ട് അംഗീകരിക്കുകയും ഡിസ്കൗണ്ട് പ്രോസസ് ചെയ്യുകയും മാത്രമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ വ്യക്തിക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നത്. If a patient is given to be given a discount നൽകണമെങ്കിൽ വെറുതെ കിട്ടൂല, അതിന് അനുമതിയുള്ള പേഷ്യന്റ് ആ എമൗണ്ട് ഡിസ്കൗണ്ട് എമൗണ്ട് എന്ത് ചെയ്യുന്നു, അംഗീകരിച്ചാൽ മാത്രമാണ് ആ ഡിസ്കൗണ്ട് പ്രോസസ് ചെയ്യുള്ളൂ. The discount category are flexible. ഇനി ഡിസ്കൗണ്ടിന്റെ കാറ്റഗറി ഫ്ലെക്സിബിൾ ആണെന്ന് അത് വ്യത്യാസം വരും, എന്നും ഒരുപോലെയല്ല ഉള്ളതല്ല. അത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. ഡിസ്കൗണ്ട് കാറ്റഗറി ഇന്ന കാറ്റഗറിയിലുള്ളവർക്കാണ് ഡിസ്കൗണ്ട്, അത് എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ല, അത് ഫ്ലെക്സിബിൾ ആണ്, വ്യത്യാസം വരും. ആർക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റും, ഡിസ്കൗണ്ട് കാറ്റഗറി അഡ്മിനിസ്ട്രേറ്ററിന് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്യുന്നുണ്ടോ. ഡിസ്കൗണ്ട് കാറ്റഗറി നമുക്ക് ഫ്ലെക്സിബിൾ ആണ്, അത് നമുക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. This facilitates easy way to keep the track of discount and concession. ഇതിനുള്ള സൗകര്യം ഒരുക്കുന്നു, ഈസി ആയിട്ടുള്ള മാർക്കാണ് ഡിസ്കൗണ്ട് കൺസെഷൻ ട്രാക്ക് ചെയ്യാനുള്ള, കീപ്പ് ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ടുള്ള മാർക്കാണ് ഇതെന്ന്. The following are the main reports or outputs generated by the HIS. HIS സൃഷ്ടിക്കുന്ന, ജനറേറ്റ് ചെയ്യുന്ന മെയിൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെ തന്നെ ചോദിക്കാം കേട്ടോ. ഏതൊക്കെ റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് ആണ് HIS ജനറേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്. പേഷ്യന്റ് ലിസ്റ്റ് ഓർ ലിസ്റ്റ്, അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ്. ഏതൊക്കെ റിപ്പോർട്ടുകള് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തില് അവര് സൃഷ്ടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ ഔട്ട്പുട്ടുകളാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെ ഉണ്ടാവും എന്നാണ് ശരിക്കും ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്, മെയിൻ റിപ്പോർട്ട് ഓർ ഔട്ട്പുട്ട്സ് ജനറേറ്റഡ് ബൈ HIS. HIS സൃഷ്ടിക്കുന്ന മെയിൻ റിപ്പോർട്ടുകൾ. ഒന്നാമത്തെ നോക്കിയ പേഷ്യന്റിന്റെ ലിസ്റ്റ് ഉണ്ടാവും. ആ ഹോസ്പിറ്റലിൽ എത്ര പേഷ്യന്റ് ഉണ്ട്, ആ പേഷ്യന്റിന്റെ ലിസ്റ്റ് ഉണ്ടാവും. അഡ്മിറ്റ് ആയിട്ടുള്ളവർ എത്ര,
ഡിസ്ചാർജ് ചെയ്ത് പോയവർ എത്ര. അപ്പൊ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ട് ഹോസ്പിറ്റലും ചെയ്യുന്നുണ്ട്. ഇന്ന ഡേറ്റിൽ എത്ര പേര് ഡിസ്ചാർജ് ചെയ്ത്, ഇന്ന ഡേറ്റിൽ എത്ര പേര് ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു ലിസ്റ്റ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കീപ്പ് ചെയ്യും. This report gives the information on admitted or discharged patient during a certain time period. ഒരു പ്രത്യേക ടൈം പീരീഡില് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങള് ഈ റിപ്പോർട്ട് നൽകും. This report gives the information on admitted or discharged patient during a certain time period. ഒരു പ്രത്യേക ടൈം പീരീഡില് അഡ്മിറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ വിവരങ്ങള് ഈ റിപ്പോർട്ട് പേഷ്യന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് തരും. ആ ഒരു റിപ്പോർട്ട് നമുക്ക് തരും. അതൊന്ന് അണ്ടർലൈൻ ചെയ്യും. This facilitates management to know the admission versus discharge ratio. മാനേജ്മെന്റിന് അറിയാൻ പറ്റൂലേ അഡ്മിഷൻ വേഴ്സസ് ഡിസ്ചാർജ് റേഷ്യോ അറിയാൻ പറ്റും അല്ലെ. പിന്നെ ഡേറ്റില് എത്ര പേര് അഡ്മിറ്റ് ആയിരുന്നു, എത്ര പേര് ഡിസ്ചാർജ് ചെയ്തു, അതിന്റെ റേഷ്യോ എത്രയാണ്, അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് മാനേജ്മെന്റിന് അഡ്മിഷൻ ഡിസ്ചാർജ് റേഷ്യോ അത് മനസ്സിലാക്കാനായിട്ട് ഈസി ആയിട്ട് സഹായിക്കും. അടുത്തതാണ് ബെഡ് ഓക്യുപ്പൻസി. അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടോ. ഏത് റിപ്പോർട്ടാണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അടുത്തതാണ് ബെഡ് ഓക്യുപ്പൻസി റിപ്പോർട്ട്. അപ്പൊ അതെന്തായിരിക്കും? എന്തായിരിക്കും? ദിസ് റിപ്പോർട്ട് ഗീവ് ദ ഇൻഫർമേഷൻ ഓഫ് ബെഡ് ഓക്യുപ്പൻസി. ബെഡ് ഓക്യുപ്പൻസി അറ്റ് എ ഗിവൺ ടൈം, റൂം കാറ്റഗറി വൈസ്. റൂം കാറ്റഗറി തിരിച്ച് ആ ബെഡ് ഗിവൺ ടൈമില് ബെഡ് ഓക്യുപ്പൻസി അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ തരും. ഉണ്ടോ? നമുക്ക് അതായത് ഹോസ്പിറ്റലിൽ എത്ര ബെഡ് ഉണ്ട്, പിന്നെ ഹോസ്പിറ്റൽ ഓർ ഫെസിലിറ്റി ആർ ഓക്യുപ്പൈഡ് അറ്റ് ഗിവൺ ടൈം. ഒരു ടൈമില് എത്ര ബെഡ് ഉണ്ട്, എത്ര പേഷ്യന്റ് അഡ്മിറ്റ് ആണ്, എത്ര ഇതുണ്ട്, അതേ മൊത്തത്തിലുള്ള ബെഡ് കപ്പാസിറ്റി, അതെല്ലാം കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ കാറ്റഗറി വൈസ് തരുന്നു. Bed occupancy at a given time room category wise. Okay, underline ചെയ്യുക കേട്ടോ. അടുത്തതാണ് ward allocation report. This report give allocated room for tracking of the patient. പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യാനായിട്ട് അവർക്ക് അനുവദിച്ചിട്ടുള്ള റൂം, നമുക്ക് റൂം ഏതാണ് അത് നമുക്ക് അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ ഈ റിപ്പോർട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഹോസ്പിറ്റലിലെ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും അഡ്മിറ്റ് ആന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അവരെ അറിയുള്ളൂ, എവിടെയാണ് കിടക്കണേന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ ഇന്ന ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞപ്പോ നമ്മൾ കാണാൻ ചെല്ലുമ്പോ നമ്മളവിടെ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ പറയില്ലേ അല്ലെ, എന്റെ സ്ഥലത്തുനിന്ന് വന്ന അപ്പൊ അവര് ചോദിക്കും പേരെന്താ, വാർഡ് നമ്പർ, അവിടെ നിന്ന് നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് എടുത്തു തരൂല്ലേ അല്ലെ. നമ്മള് ഡീറ്റെയിൽസ് പറഞ്ഞാൽ മതി, പേര് അഡ്രസ് ഒക്കെ പറഞ്ഞാൽ മതി. നമ്മൾ അവിടെ ഏത് ഇത്ര ഫ്ലോറില് സെക്കൻഡ് ഫ്ലോറില് 103 നമ്പർ നേരെ എടുത്തു തരും. ഈ സിസ്റ്റത്തിലുണ്ട്. ഓരോ റൂമിലും ഓരോ ബെഡിലും ഏത് പേഷ്യൻസ് ആണ്, ഏതിന് അഡ്മിറ്റ് ആയത് ആരെന്ന് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് പേഷ്യൻസിനെ ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട്, ഓരോ വാർഡിലും ഉള്ള പേഷ്യൻസ് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. This report is allocated room for tracking of patients. Allocated room for tracking of patients. Underline ചെയ്യുന്നു കേട്ടോ. അടുത്തതാണ് interim bill versus advance report. Interim bill എന്ന് പറഞ്ഞാൽ ഇടക്കാല ബില്ലുകൾ, advance report. This report gives the ratio of interim bill versus advance based paid by the patient with the percentage of the payment. ഈ റിപ്പോർട്ട് interim bill ഇടക്കാല ബില്ലും പേഷ്യന്റ് നൽകിയ അഡ്വാൻസ് അതിന്റെ പേയ്മെന്റിന്റെ ആ ഒരു പെർസെന്റേജില് ഇത് നൽകുന്നു. Percentage of the payment. Advance paid by advance paid by the patient with the percentage of payment. Percentage തരുന്നു. ഇതാണ് രണ്ടും കൂടി ഉള്ളത്. റേഷ്യോ ആണ്. ഇത്ര പെർസെന്റേജ് എന്നുള്ളത് റേഷ്യോ ഓഫ് interim bill versus അഡ്വാൻസ്. അത് തമ്മിലുള്ള റേഷ്യോ തരുന്നു. അടുത്തതാണ് അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ. Admission or discharge register.
Admission and discharge register is maintained by the system. Hospital information system ഇത് എന്താ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ അഡ്മിഷന് എത്രയാണ് ഡിസ്ചാർജ് അതിന്റെ രജിസ്റ്റർ. This record gives the details of patient admission, patient admission detail and the discharge during a specific period. Patient admission, discharge ഇതിന്റെ ഡീറ്റെയിൽസ് തരുന്നു. ഏത് റിപ്പോർട്ട് അഡ്മിഷൻ വേഴ്സസ് ഡിസ്ചാർജ് രജിസ്റ്റർ അണ്ടർലൈൻ ചെയ്തോളൂ. അത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചോദിക്കാം, ഡാഷ് റിപ്പോർട്ട് ഗീവ്സ് ഡീറ്റെയിൽസ് ഓഫ് പേഷ്യന്റ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഡ്യൂറിംഗ് സ്പെസിഫിക് പീരിയഡ്. സിമ്പിൾ ആയിട്ട് എഴുതാലോ അല്ലെ? എല്ലാരും ഡയറക്റ്റ് അതിനകത്തില്ലേ? ഏത് റിപ്പോർട്ടാ? അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ. ക്ലിയർ ആവുന്നില്ലേ? പറയണേ. ഇപ്പൊ ഡാഷ് ദിസ് റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഡാഷ് റിപ്പോർട്ട് എന്ന് കൊടുക്കാം അവിടെ. ഡാഷ് റിപ്പോർട്ട് എന്ന് കൊടുക്കാം അവിടെ. Gives dash report gives the details of patient admission and discharge during specific period. ഏത് റിപ്പോർട്ടാണ് നമ്മൾ പഠിച്ചത്? അഡ്മിഷൻ വേഴ്സസ് ഡിസ്ചാർജ് രജിസ്റ്റർ. ഇനി അടുത്ത നോക്കിയേ, കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ് ആണ്. കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ്. This report gives doctor wise patient. Doctor wise patient ആണ്. At any point of time to know referring in charge doctor. In charge doctor refer ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പേഷ്യന്റ് ഡോക്ടർ വൈസ് പേഷ്യന്റ് ആണ്. ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ഒ പി ഇതൊക്കെ ആണെങ്കിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു ഫിക്സ്ഡ് ഡോക്ടർ ആണെന്നില്ല അല്ലെ? അപ്പൊ പർട്ടിക്കുലർ ഇന്നത്തെ ഒ പിയില് ഏത് ഡോക്ടറാണ് ഇൻചാർജ് അല്ലെ? അതായത് ഇപ്പൊ ഷിഫ്റ്റ് ആണെങ്കിൽ 6 തൊട്ട് 10 മണി വരെ ഇന്ന ഡോക്ടർ അല്ലെ? ആ ഡോക്ടർ എത്ര പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തു? ഇൻചാർജ് ഉള്ള ഡോക്ടറിന് റെഫർ ചെയ്യാനായിട്ടാണ്. അങ്ങനെ നമുക്ക് ഇൻചാർജ് ഉള്ള ഡോക്ടർ അപ്പൊ അവരെ ഒന്ന് റെഫർ ചെയ്യാനാണ്. അപ്പൊ ഇത്ര ടൈം 6 to 10 ഇന്ന ഡോക്ടർ ആയിരുന്നു, അവരെത്ര പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ കുറിക്കുന്ന ഒരു റിപ്പോർട്ടാണ് കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ്. ഇത്രയും റിപ്പോർട്ടുകളും നോക്കിയേ ഏതൊക്കെയാണുള്ളത്? HIS, ജനറേറ്റ് ചെയ്യുന്ന മെയിൻ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ്. പേഷ്യന്റ് ലിസ്റ്റ് ഉണ്ട്, അഡ്മിറ്റഡ് ഓർ ഡിസ്ചാർജ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ലിസ്റ്റ്. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ട്, വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട് ഉണ്ട്, ഇന്ററിം ബിൽ ബേസിസ് അഡ്വാൻസ് റിപ്പോർട്ട് ഉണ്ട്, ദെൻ അഡ്മിഷൻ ഓർ ഡിസ്ചാർജ് രജിസ്റ്റർ ഉണ്ട്, കൺസൾട്ടന്റ് വൈസ് പേഷ്യന്റ് ഉണ്ട്. അതായത് ഇപ്പൊ 6 to 10 അവിടെ ഏതാ ഡോക്ടറാണ് ഇൻചാർജ്, ആ ഡോക്ടർ എത്ര പേഷ്യന്റിനെ കൺസൾട്ട് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ട്. ഇനി അടുത്തതാണ് അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ്. അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ്. The appointment for consultant are maintained on the system. Hospital information system. Appointment മെയിൻറ്റെയിൻ ചെയ്യും. നോക്കണ്ടേ ആരൊക്കെയാണ് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത്? ഇന്ന ഡോക്ടറിനുള്ള അപ്പോയിന്റ്മെന്റ് എത്ര പേര് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട് അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർട്ടിക്കുലർ ഡേയ്സ്. ഇപ്പൊ ഈ ദിവസം 24-ാം തീയതി എത്ര അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട് ആ ഡോക്ടറിന് നേരെ സിസ്റ്റത്തിൽ നോക്കി അറിയാൻ പറ്റും. Appointment for consultant are maintained on the system. ഇതും HIS മെയിൻറ്റെയിൻ ചെയ്യണം. പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ്, പെർഫോം ചെയ്തിട്ടുള്ള ഓപ്പറേഷന്റെ ലിസ്റ്റ്, പേഷ്യന്റ് ഫോളോ അപ്പ് റിപ്പോർട്ടുകൾ, diagnostic centers report. This module enable to get patient investigation procedure record from different location, that is IPD, OPD, casualty. IPD യിൽ നിന്ന് OPD യിൽ നിന്ന് casualty യിൽ നിന്നുള്ള പേഷ്യന്റിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ ഇതെല്ലാം സാധ്യമാക്കുന്നു. പ്രൊസീജിയർ റിപ്പോർട്ട് എന്നീ കാര്യങ്ങൾ ലഭ്യമാണ്. അത്രയും കാര്യമാണ് HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം മാനേജ് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ. അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് വരെ കേട്ടോ, ഒന്ന് നോക്കി വെച്ചോളാം. നോക്കി പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി.
ഓക്കെ അല്ലേ? ഏതൊക്കെ റിപ്പോർട്ടുകളാണുള്ളത്? ഒന്ന് നോക്കാം കേട്ടോ. മെയിൻ പോയിന്റ്സുകൾ ഒന്ന് നോക്കി വെച്ചാൽ പിന്നെ അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏതെങ്കിലും റിപ്പോർട്ടൊക്കെ ചോദിക്കാം കേട്ടോ. ഏതൊക്കെ റിപ്പോർട്ടാണെന്ന് ചോദിക്കാം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഡാഷ് റിപ്പോർട്ട് ഈസ് ദ ഇൻഫർമേഷൻ ഓൺ ബെഡ് ഓക്യുപ്പൻസി അറ്റ് എനി ഗിവൺ ടൈം കാറ്റഗറി വൈസ്. അല്ലെങ്കിൽ അറ്റ് എനി ടൈം അവിടെ വരെ മതി. ഏതാ ബെഡ് ഓക്യുപ്പൻസി എന്ന റിപ്പോർട്ട്. പിന്നെ അതുപോലെ വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട് ആണെങ്കിൽ ഡാഷ് റിപ്പോർട്ട് ഗീവ് അലോക്കേറ്റഡ് റൂം ഫോർ ട്രാക്കിംഗ് ഓഫ് പേഷ്യന്റ്. ഏതാണ് ഏത് റിപ്പോർട്ടാ? വാർഡ് അലോക്കേഷൻ റിപ്പോർട്ട്. അതൊക്കെ നേരെ അതിൽ തന്നെയുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കണ്ട. അതിനകത്ത് ഡയറക്റ്റ് അവിടെ കിടക്കണ്ട്. അതുകൊണ്ട് നേരെ അതിൽ നോക്കി അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ അപ്പോയിന്റ്മെന്റ് ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ? ഓപ്പറേഷന്റെ പെർഫോംഡ് ഓപ്പറേഷൻ ലിസ്റ്റ് ഉണ്ട്, പേഷ്യന്റിന്റെ ഫോളോ അപ്പ് റിപ്പോർട്ടുകൾ ഉണ്ട്, ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ലിസ്റ്റ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് IPD, OPD, കാഷ്വാലിറ്റി പേഷ്യൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ റെക്കോർഡ് എന്നീ കാര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഓട്ടോമാറ്റഡ് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം ആൻഡ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം. ഓട്ടോമാറ്റഡ് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം ആൻഡ് റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം. റേഡിയോളജി ഒക്കെ നമ്മൾ പഠിച്ചാണ് അല്ലെ? മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്ക് അല്ലെ? മെഡിക്കൽ ഇമേജിംഗ് ടെക്നിക്കാണ്. അത് ഉപയോഗിച്ച് ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നു. അതാണ് റേഡിയോളജി എന്ന് പറയുന്നത്. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം. These functions of HIS cover laboratory system for pathology, radiology, cardiology, neurology, and chest medicine. Clinical laboratory system and radiology information system. Our module and the handle covers laboratory system for pathology. Laboratory system in pathology, radiology, cardiology, neurology, and chest medicine. The prescription given by the doctor and routed through the billing system to respective diagnostic center. Prescriptions doctor പറയുന്നല്ലേ? ഏതാണ് ഏത് prescriptions ആണ് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ബില്ലിംഗ് സിസ്റ്റത്തിലൂടെ വന്നിട്ട് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്ത് റെസ്പെക്റ്റീവ് ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലേക്ക് കൊടുക്കുന്നു. ഇനി അടുത്തതാണ് പത്തോളജി എന്ന് പറയുന്നത്. അതൊന്ന് നോക്കി കേട്ടോ. പ്രിസ്ക്രിപ്ഷൻസ് ആർ ഗിവൺ ബൈ ദ ഡോക്ടർ. ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ നൽകുന്നു. റൂട്ടഡ് ത്രൂ ദ ബില്ലിംഗ് സിസ്റ്റം ടു ബന്ധപ്പെട്ട ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിലേക്ക് എത്തും. പത്തോളജി. The laboratory module start with the receiving the online request from the doctor. അപ്പൊ ഈ പത്തോളജി ഈ ഒരു laboratory module എങ്ങനെ ആരംഭിക്കുന്നത്? Start with the receiving the online request from the doctors. ഡോക്ടേഴ്സിൽ നിന്ന് ഓൺലൈൻ റിക്വസ്റ്റ് റിസീവ് ചെയ്തതിന് ശേഷമാണ് ഇത് ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന പേഷ്യന്റ് ഇന്ന ടെസ്റ്റ് ചെയ്യണം. ആരാണ് ഓൺലൈൻ? ഡോക്ടർമാരാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അല്ലെ? ഡോക്ടർ നോക്കി കഴിയുമ്പോഴാണ് ഇന്ന ടെസ്റ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് പറയുന്നത് അല്ലെ? ഓൺലൈൻ റിക്വസ്റ്റ്, ഡോക്ടറിൽ നിന്നുള്ള ഓൺലൈൻ റിക്വസ്റ്റ് റിസീവ് ചെയ്തതിനു ശേഷമാണ് ഈ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലബോറട്ടറി പേഴ്സണൽ ക്യാൻ ഓൾസോ ജനറേറ്റ് റിക്വസ്റ്റ്. ലബോറട്ടറി പേഴ്സണൽസും റിക്വസ്റ്റുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഫെസിലിറ്റേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ റെഫറൽ പേഷ്യന്റ്. ദിസ് ഫെസിലിറ്റേറ്റ് എന്തിനെ സുഗമമാക്കുന്നു? ഇൻവെസ്റ്റിഗേഷൻ ഫോർ റെഫറൽ പേഷ്യൻസിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് സുഗമമാക്കുന്നു. Tests are grouped under various sections. ഈ ടെസ്റ്റുകളെ നമ്മൾ പല സെക്ഷൻസ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സാമ്പിൾ ടൈപ്പ് ഒരു സ്പെസിമെൻസ് ഉണ്ട്. നമ്മളിപ്പോ പല സ്പെസിമെൻസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലഡ് ആയിരിക്കാം, യൂറിൻ ആയിരിക്കാം, അങ്ങനെ പല സാമ്പിളുകൾ സ്പെസിമെൻസ് നമ്മൾ കൊടുക്കുന്നത്. അതനുസരിച്ച് പല സെക്ഷൻസ് ഉണ്ട്. ടെസ്റ്റുകളെ നമുക്ക് പല സെക്ഷൻസ് ഉണ്ട്. എല്ലാ ടെസ്റ്റുകളും ഒരുപോലെയല്ല. The tests are grouped under various sections and a sample type. Then, based on the request, the user can input the sample and generate the sample number. Request അനുസരിച്ച് user sample കൊടുക്കുന്നു and sample number കൊടുക്കുന്നു. Sample number നമുക്ക് തരും. The result can be inputted based on the sample type. Result എങ്ങനെയാ? ആ sample type അനുസരിച്ചാണ് ഈ റിസൾട്ട് ഇൻപുട്ട് ചെയ്യുന്നത് നമുക്ക് തരുന്നത്. Result can be inputted either to one test or multiple tests.
ഒരു ടെസ്റ്റ് ആകാം അല്ലെങ്കിൽ ഒന്നിലധികം ടെസ്റ്റുകൾ ആകാം. If the test result require approval, the supervisor has to approve the result. കണ്ടില്ലേ ചെയ്തിട്ട് ഈ ടെസ്റ്റ് റിസൾട്ടിന് ഇനി അപ്രൂവൽ വേണമെങ്കിൽ ആരാണ് അപ്രൂവ് ചെയ്തത്? നമുക്ക് സൂപ്പർവൈസർ റിസൾട്ട് അപ്രൂവ് ചെയ്യും. If the test result requires approval, the supervisor has to approve the result. Supervisor result approve ചെയ്യും. Test results are available to concerned doctor. ടെസ്റ്റിന്റെ റിസൾട്ട് അവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സിന് ലഭ്യമാക്കുന്നു. This report can be made confidential. ഈ ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? കോൺഫിഡൻഷ്യൽ ആയിരിക്കും. എല്ലാവരോടും വിളിച്ചു പറയോ? ഇല്ല, വളരെ രഹസ്യാത്മകമായിരിക്കും. കോൺഫിഡൻഷ്യൽ എന്താ? രഹസ്യാത്മകമായിരിക്കണം. ആരോടും അതിന്റെ ഇതൊന്നും വെളിപ്പെടുത്താൻ പാടില്ല. ടെസ്റ്റ് ക്യാൻ ബി പെർഫോം ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് സിസ്റ്റം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് എപ്പോഴും മാത്രമാണ് നിർവഹിക്കുന്നത് ബില്ലിംഗ് നടത്തിയതിനു ശേഷം. ടെസ്റ്റ് ക്യാൻ ബി പെർഫോം ഓൺലി ആഫ്റ്റർ ദ ബില്ലിംഗ് ഈസ് ഡൺ. ബില്ലിംഗ് പൂർത്തിയായതിനു ശേഷം ടെസ്റ്റുകൾ പെർഫോം ചെയ്യും. The rule is except when the cases is declared as an urgent. നമ്മൾ ആദ്യം പറഞ്ഞു ഈ റൂള് ബില്ല് ചെയ്തതിനു ശേഷം ടെസ്റ്റ് നിർവഹിക്കൂ എന്നുള്ള കാര്യം അർജന്റ് കേസിൽ അത് ഒഴിവാക്കപ്പെടുന്നുണ്ട്. എക്സെപ്റ്റ് ഒഴിവാക്കുക, അവോയ്ഡ്. അർജന്റ് ആണെങ്കിൽ നമുക്ക് ബില്ല് അടച്ച് പിന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല അല്ലെ, എമർജൻസി ആണെങ്കിൽ. അപ്പൊ വന്ന വേഗം തന്നെ നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുന്നത്, പ്രൊസീജിയറാ ചെയ്യുന്നത്. ബില്ല് കാര്യങ്ങളൊക്കെ പിന്നീടുള്ളൂ. അത് അർജന്റ് കേസിൽ ഇത് നമ്മൾ ഫോളോ ചെയ്യുന്നില്ല, ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇവിടെ കുറച്ച് പോയിന്റ്സ് ആണ് കൊടുത്തേക്കണം. ജസ്റ്റ് ഒന്ന് പോയിന്റ്സ് കൂടി വായിക്കാം കേട്ടോ. The rule accepted when the case is declared as an urgent. Urgent ആണ് കേസ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബില്ല് അടച്ചതിന് ശേഷമേ പ്രൊസീജിയറിലേക്ക് പോകൂ എന്നുള്ള റൂള് അവിടെ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവിടെ കുറച്ച് പോയിന്റ്സ് ആണ് പത്തോളജിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് ഓർഡേർഡ് ഫ്രം ക്ലിനിക്കൽ മൊഡ്യൂൾ. അതായത് ക്ലിനിക്കൽ മൊഡ്യൂള് ഇന്റഗ്രേഷൻ ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സംയോജനം. ടെസ്റ്റിന്റെ ഒരു ഇന്റഗ്രേഷൻ ഇങ്ങനെ ഓർഡർ ഫ്രം ക്ലിനിക്കൽ മൊഡ്യൂൾസ് ഓർഡർ ചെയ്ത ടെസ്റ്റുകളുടെ സംയോജനം. കോംപ്രിഹെൻസീവ് ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്. ഇങ്ങനത്തെ എന്താ? കോംപ്രിഹെൻസീവ് സമഗ്രമായിട്ടുള്ള ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്സ്. നമ്മൾ പറഞ്ഞത് ഓട്ടോമാറ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം ആണ്. ഇതിൽ പറഞ്ഞതാണ് ഏത്? പത്തോളജി എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം. അപ്പൊ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് പോലെയാണ് ആ കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് എന്തൊക്കെയാണ് അതിന്റെ നമുക്ക് ടെസ്റ്റുകളുടെ ഒരു ഇന്റഗ്രേഷൻ. നമുക്ക് ഇന്റഗ്രേഷൻ ഓഫ് ദ ടെസ്റ്റ്. രണ്ടാമത്തെ നോക്കിയേ, ഓട്ടോമാറ്റഡ് അല്ലേ? കോംപ്രിഹെൻസീവ് സമഗ്രമായിട്ടുള്ള ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്സ്. ഇപ്പൊ നമ്മുടെ ലാബില് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുത്തു, ബില്ല് അടച്ചു, നമ്മൾ പിന്നെ അത് റിപ്പോർട്ട് മേടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? ബില്ല് അടച്ച് ടെസ്റ്റ് ചെയ്യാൻ സ്പെസിമെന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് 2 മണിക്കൂർ ആകുമ്പോഴേക്കും നമുക്ക് എന്താ പറയാ ബില്ല് നമുക്ക് റിപ്പോർട്ട് ആവും എന്ന് പറയും. പിന്നെ നമ്മളത് വീണ്ടും ആ ലാബിലും മേടിക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. നമ്മുടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫോണിലേക്ക് വരൂലേ, മെസ്സേജ് വരൂലേ, നമുക്ക് വാട്സപ്പിൽ തരൂലേ അല്ലേ? നമുക്ക് നേരെ മെസ്സേജ് വരും. അപ്പൊ അങ്ങനെയുള്ള സമഗ്രമായിട്ടുള്ള ഓൺലൈൻ ലബോറട്ടറി റിപ്പോർട്ട്സ് അപ്പൊ തന്നെ ഓൺലൈനായിട്ട് അപ്പൊ തന്നെ നമുക്ക് അത് അവിടെ ആകുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് വേഗം ലബോറട്ടറി റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റും. സമഗ്രം. ഫാസ്റ്റ് എൻട്രി ഓഫ് റിസൾട്ട് ഉണ്ടോ? പെട്ടെന്ന് ആ റിസൾട്ടിലേക്കുള്ള പെട്ടെന്നുള്ള പ്രവേശനം. ഫാസ്റ്റ് എൻട്രി ഓഫ് റിസൾട്ട്. അടുത്ത് നോക്കിയേ, enable doctor to see the result online from any location at any time. ഉണ്ടോ? അതൊരു വലിയൊരു ഗുണമാണ് ഈ ഓട്ടോമാറ്റഡ് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം. ഇതിന്റെ ഒരു വലിയൊരു കാര്യമാണ്. ഏതാ? ഓൺലൈനായിട്ട് ഡോക്ടറിന് ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും ഏത് സമയത്തിന് വേണമെങ്കിലും ടെസ്റ്റിന്റെ റിസൾട്ട് കാണാൻ പറ്റും. enable the doctor to see the result online. ഓൺലൈനായിട്ട് തന്നെ ടെസ്റ്റിന്റെ റിസൾട്ട് കാണാൻ പറ്റും. അടുത്ത് നോക്കിയേ, പ്രൊവിഷൻ ഫോർ ടെംപ്ലേറ്റ്സ് ഫോർ ഇൻപുട്ട് ഓഫ് ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് റിസൾട്ടിന്റെ ഒരു ടെംപ്ലേറ്റ് ഒരു മാതൃക ഉണ്ടാക്കാനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം.
provision for templates of input of the test result. ടെസ്റ്റ് റിസൾട്ടിന്റെ മാതൃക ഉണ്ടാക്കാനുള്ള ഒരു പ്രൊവിഷൻ, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ഒരു അഡ്വാൻറ്റേജ് പോലെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഓട്ടോമാറ്റഡ് ക്ലിനിക്കൽ ലബോറട്ടറി സിസ്റ്റം. ഇതിൽ പത്തോളജിയാണ് നമ്മൾ പറഞ്ഞത്. അടുത്താണ് റേഡിയോളജി നമ്മൾ പഠിക്കുക കേട്ടോ. റേഡിയോളജി ഇൻഫർമേഷൻ സിസ്റ്റം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നോക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് തന്നെ നോക്കി മോക്ക് ടെസ്റ്റിലേക്ക് ഇടാം. അതൊക്കെ തന്നെ നിങ്ങൾ വായിച്ച് പഠിക്കുക കേട്ടോ. അണ്ടർലൈൻ ചെയ്തതും ഒന്ന് നോക്കിയാൽ മതി. എക്സ്ട്രാ ഒരുപാട് അതിലേക്ക് ഇത് വേണ്ട. മോക്ക് ടെസ്റ്റിൽ തന്നെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് എഴുതാം. അത് തന്നെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ.